ബി.ജെ.പിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വനിതാ സ്നേഹം വെറും കാപട്യമാണ്. ഇത് തെളിയിക്കാൻ സാക്ഷാൽ സോണിയാഗാന്ധി തന്നെ വേണ്ടിവന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കടന്നു ചെന്ന് ഒരു ഫയൽ എടുത്തിരിക്കുകയാണ് സോണിയാഗാന്ധിയും കോൺഗ്രസും. ആ ഫയൽ പുറത്തുവിട്ടതോടെ പ്രധാനമന്ത്രിയുടെ വൃത്തികെട്ട പൊറോട്ട നാടകമാണ് പൊളിഞ്ഞു വീണിരിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ പറന്നു നടന്ന് ബി.ജെ.പിയുടെ വനിതാ സ്നേഹം ജനങ്ങളുടെ മനസ്സിലെത്തിക്കാൻ മോദി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അവിടെയാണ് സോണിയയുടെ ചാണക്യബുദ്ധി പ്രവർത്തിച്ചത്. ഇതോടെ വനിതാ സംവരണം എന്ന ബി.ജെ.പിയുടെ കള്ളത്തരമാണ് തകർന്ന് തരിപ്പണമായത്. സ്ത്രീ സംവരണം എന്ന തുറുപ്പുചീട്ട് എറിഞ്ഞ് പ്രതിപക്ഷത്തെ തകർക്കാൻ മോദി ശ്രമിച്ചെങ്കിൽ 12 വർഷങ്ങൾക്കിപ്പുറം വോട്ടിങ്ങിലൂടെ പാർലമെന്റിനുള്ളിൽ മോദിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് സമാനതകളില്ലാത്ത പ്രഹരമാണ്. വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ ബി.ജെ.പി രാഷ്ട്രീയ നാടകം കളിക്കുമ്പോൾ വസ്തുതകൾ നിരത്തി അതിനെ പൊളിച്ചടക്കുകയാണ് കോൺഗ്രസ്. ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ടയച്ച കത്തുകളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. 2017 സോണിയാഗാന്ധിയും 2018 രാഹുൽ ഗാന്ധിയും അയച്ച കത്തുകൾ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിലൂടെ പങ്കുവച്ചതോടെ ബി.ജെ.പിയുടെ അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീഴുകയാണ്. വനിതാ സംവരണത്തിന് അടിത്തറ പാകിയത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണെന്ന ചരിത്രപരമായ സത്യം സോണിയാഗാന്ധി തന്റെ കത്തിൽ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1989 പഞ്ചായത്തുകളിലും നഗരസഭകളിലും സ്ത്രീ സംവരണം കൊണ്ടുവരാൻ ആദ്യം ശ്രമിച്ചത് കോൺഗ്രസും രാജീവ് ഗാന്ധിയുമായിരുന്നു. അന്ന് ആ നീക്കത്തെ എതിർത്തവർ ഇന്ന് സ്ത്രീകളുടെ രക്ഷകരായി വേഷം കെട്ടുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന സന്ദേശമാണ് ഈ കത്തുകൾ നൽകുന്നത്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ തന്നെ വനിതാ സംവരണ ബില്ല് പാസാക്കണമെന്ന് 2018 രാഹുൽ ഗാന്ധി കത്തിലൂടെ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് അതിനോട് മുഖം തിരിച്ചു നിന്ന മോദി സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ഇറങ്ങുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കുമെന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ഈ വിഷയം ഉയർത്തുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിനെ ഇനി ഈ നാട്ടിലെ വോട്ടർമാർ കണ്ണും പൂട്ടി അംഗീകരിക്കും. കഴിഞ്ഞ 8 വർഷമായി ഈ ആവശ്യങ്ങൾ പരിഗണിക്കാതെ ഉറങ്ങിക്കിടന്ന സർക്കാർ ഇപ്പോൾ മണ്ഡല പുനർനിർണയവുമായി ഈ ബില്ലിനെ കൂട്ടിക്കെട്ടി വനിതാ സംവരണം വീണ്ടും വൈകിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഇക്കഴിഞ്ഞ 12 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് NDA സർക്കാരിനെ പാർലമെന്റിൽ മുട്ടുകുത്തിച്ചിരിക്കുന്നത്. തുടർ തോൽവികളിൽ പ്രതിപക്ഷ നേതൃപദവി പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന വേളയിലാണ് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന സഖ്യം ബി.ജെ.പിയെ തറപറ്റിച്ചത്. അവിശ്വസനീയമായ തോൽവിയിൽ ഞെട്ടിയിരിക്കുന്ന ബി.ജെ.പിക്ക് ഈ ജയത്തിന്റെ മറവിൽ ചില പണികൾ കൊടുക്കുന്നുണ്ട് ഭരണപക്ഷം. ലോക്സഭയിൽ നടന്ന വോട്ടെടുപ്പിൽ 3-ൽ 2 ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്നാണ് വനിതാ സംവരണ ബില്ല് ഭേദഗതി പരാജയപ്പെട്ടത്. ഭരണപക്ഷത്തിന് 290 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. പ്രതിപക്ഷത്തിന് അനുകൂലമായി 230 പേർ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബില്ല് ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ഇത് ആദ്യമായാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിക്കഴിഞ്ഞു. പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ തന്നെ ബില്ല് പരാജയപ്പെടുമെന്ന സൂചന കേന്ദ്രത്തിന് ലഭിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം വൻ പ്രചാരണം നടത്താനായിരുന്നു ബി.ജെ.പി ക്യാമ്പിന്റെ തീരുമാനം. ഈ തന്ത്രം കൂടി പൊളിഞ്ഞു വീഴുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ മുന്നിൽ. അത് പൊളിച്ചടക്കുവാൻ സോണിയാഗാന്ധിക്ക് നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്.